എപ്പോഴും നീ തന്നെയാണല്ലോ ജയിക്കുന്നേ. നിന്നെ പോലൊരു ലൂഡോ പ്ലെയറിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. ഞാൻ നിന്റെ എതിരെ കളിക്കുന്നവനാണ്. എന്നാലും നിനക്ക് ആശംസകൾ തരുന്നു. നീ തന്നെ ജയിക്കും. ഇതില് വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ സിമ്പിൾ അല്ലേ? അല്ലല്ല, നീ ഡിസർവ് ചെയ്യുന്നുണ്ട്. നിന്റെ പേര് ലെറ്റാന്നല്ല, ബാംബു എന്ന് വെക്കണമായിരുന്നു. ബാംബു അല്ല, പില്ലർ എന്ന് വെക്കണമായിരുന്നു. പില്ലറും അല്ല, ടവർ എന്ന് വെക്കണമായിരുന്നു. സഹോദര, കളിക്കാതെ തന്നെ ഞാൻ തോൽവി സമ്മതിക്കുന്നു. താങ്കളുടെ കാലുകളൊന്ന് കാണിച്ചേ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ഫാൻസുകാരെ കൊണ്ട് തോറ്റു. എടാ ലെട്ടാ, നിന്നെ പുകഴ്ത്തി പറയാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ, അത് നീയാണെന്ന് മാത്രം. പ്രശംസയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്ത്, നമ്മുടെ ഗുണ്ടിനെ കാണാനില്ലല്ലോ. പ്രശംസയും ഗുണ്ടും തമ്മിൽ എന്താ ബന്ധം? അത് വെറുതെ ടോപ്പിക്ക് മാറ്റാൻ വേണ്ടി പറഞ്ഞതാ. നിന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് ബോറടിക്കുവായിരുന്നു. അയ്യോ, കടലയാണോ? കടലയല്ലേ? കപ്പ? കപ്പയാണോ? പിന്നെന്താ, അലുവയാണോ? എടാ, അലുവ ആയിലല്ലേ തുടങ്ങുന്നേ. എന്നാ നിനക്കറിയാവോ കായ് തുടങ്ങുന്നത് എന്താണെന്ന്? അറിയത്തില്ല. എന്നാ വായും പൊട്ടി ചുമ്മാതിരിക്ക്. ഞാൻ പറഞ്ഞു വന്നത് എല്ലാരും വെളിയിലേക്ക് വരൂ. വെളിയിൽ ഒളിമ്പിക്സ് തുടങ്ങാൻ പോവാണ്. അതായത് മത്സര കളികൾ. പോകാം. പക്ഷെ നീ കാ 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 എന്ന് പറഞ്ഞിട്ട് എന്താ ഉദ്ദേശിച്ചത്? അത് തൊണ്ടയിൽ എന്തോ കുടുങ്ങിയതാ. അത് കാ കാ കാന്ന് പറഞ്ഞിട്ട് വെളിയിലെടുത്തതാ. 4 വാക്ക് പറയാൻ വേണ്ടിട്ട് നീ 5 മിനിറ്റ് വേസ്റ്റ് ആക്കി. വാ പെട്ടെന്ന്. നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം ലോക്കൽ ഒളിമ്പിക്സിലേക്ക്. അതിന്റെ പേരാണ് മഹൽ ഒളിമ്പിക്സ്. ക്ഷമിക്കണം, എനിക്ക് ഗ്യാസ് ആണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. ഇന്ന് മൊഹൽ ഒളിമ്പിക്സ് ജയിക്കുന്നവർക്ക് കിട്ടാൻ പോകുന്നു ഈ സുന്ദരവും സ്ട്രോങ്ങുമായ സഞ്ചി. വേണമെങ്കിൽ ചോക്ലേറ്റും എടുത്തോ. ഇത്രയും ചോക്ലേറ്റോ? ഇതുകൊണ്ട് ഞാൻ ചോക്ലേറ്റിന്റെ മല തന്നെ ഉണ്ടാക്കും. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് കയറും, എന്നിട്ട് താഴേക്ക് ചാടും. എന്നിട്ട് ചോക്ലേറ്റിന്റെ നദിയിലേക്ക് ചാടും. എന്നിട്ട് രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറയുന്ന ഒരു ചോക്ലേറ്റ് ചോക്ലേറ്റ് എന്ന് പറയും. ഈ ഒളിമ്പിക്സ് ഞാൻ തന്നെ ജയിക്കും. താങ്ക് യു. നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ജയിക്കുന്നു? എന്റെ പേര് ഞാനെന്നാണ്. അതായത് ഞാൻ പറഞ്ഞത് ഞങ്ങൾ തന്നെ ജയിക്കുന്നു. താങ്ക് യു. മൈസെൽഫ്, ഞങ്ങൾ. എന്റെ പേരാണ് ഞങ്ങൾ. അതായത് ഞാൻ പറഞ്ഞു വന്നത് ഈ ഒളിമ്പിക്സ് മച്ചാൻ തന്നെ ജയിക്കും. താങ്ക് യു മച്ചാനെ. എന്റെ പേര് മച്ചാൻ എന്നാണ്. ഒരു മിനിറ്റ്, ഞാനിത് ട്രൈ ചെയ്യാം. ഈ ഗെയിം ലെട്ട് തന്നെ ജയിക്കും. കണ്ടോ, ലെട്ടയെ പോലെ ഇവിടെ ആരുമില്ല. നിന്നെ പോലെ 3 എണ്ണോ പൊങ്ങി വന്നേ. പക്ഷെ ഒരു കാര്യം, ഈ ഒളിമ്പിക്സ് ആര് ജയിച്ചാലും ഈ ചോക്ലേറ്റ് നമ്മൾ എല്ലാരും വീതിച്ചെടുക്കണം. ഈ ഒളിമ്പിക്സിൽ ആദ്യത്തെ കളിയുടെ പേരാണ് നീ നിന്റെ ജോലി നോക്ക്. ക്ഷമിക്കണം, ഭാര്യയുടെ മെസ്സേജ് വന്നായിരുന്നു, അതുകൊണ്ടാ. കളിയുടെ പേരാണ് ആർക്ക് കോയിൻ കിട്ടുന്നുവോ അവൻ കഴിക്കും പനീർ ടിക്ക. അടിപൊളി. ചോക്ലേറ്റിന്റെ കൂടെ പനീർ ടിക്കയും തരുമോ? ഇല്ലില്ല, പനീർ ടിക്ക ഒരു ഓളത്തിനങ്ങ് പറഞ്ഞതാ. ഈ 3 ബൗളിൽ ഒരു ബൗളിനടിയിൽ കോയിനുണ്ട്. അത് കണ്ടുപിടിക്കുന്നത് ആരാണോ അയാളാണ് ഈ റൗണ്ട് ജയിക്കുന്നത്. ആദ്യം ഞാൻ പറയാം. താങ്ക് യു ചേട്ടാ. എന്നെ കുറിച്ച് വലിയ ചിന്തയാണല്ലേ. താങ്ക് യു.
ചേട്ടാ ഏത് ബൗളിലാ കൈവെക്കണമെന്ന് ഞാൻ പറയട്ടെ. ഏതാ? കോയിനുള്ള ബൗൾ. നീ ഒരു വട്ടം കൂടി ഒന്ന് പറഞ്ഞ്. ഇനി ഞാൻ കൈവെക്കുന്നതേ നിന്റെ കവിളിലായിരിക്കും. അതും ഒരു വട്ടമല്ല. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ വേണ്ട, ഞാൻ പിന്മാറുന്നു. ഇനി പറയുന്നില്ല. അടുത്തതായി കോയിൻ കണ്ടുപിടിക്കാൻ വരുന്നത് ഗോലിയാണ്. ഗോലി ജയിച്ചു. എനിക്കറിയായിരുന്നു നമ്മളെ ജയിക്കുള്ളൂന്ന്. എന്റെ വായില് കുറച്ച് മിഠായിയുടെ മധുരം വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഗെയിമിലേക്ക് പോകാം. അടുത്ത ഗെയിമിന്റെ പേരാണ് വീട്ടിൽ വാ നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം. സോറി വീണ്ടും വൈഫിന്റെ മെസ്സേജ് നോക്കിയതാ. അടുത്ത ഗെയിമിന്റെ പേരാണ് വളയങ്ങൾ എറിഞ്ഞ് സാധനങ്ങളെ വലയിലാക്കുക. വലയിലാക്കാനാണെങ്കിൽ ഒരു ചേട്ടന് പ്രത്യേക കഴിവുണ്ട്. നിങ്ങൾക്ക് അറിയാമോ, വളരെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളെ സൗഹൃദ വലയത്തിലാക്കി കളഞ്ഞു. ലട്ടാ, നീ അങ്ങനെയൊന്നും പറയരുത്. ഞാൻ വളരെ നല്ലവനാ. താങ്ക് യു. നിങ്ങൾ ഞാൻ നല്ലവനാന്ന് പറഞ്ഞില്ലേ? എത്ര നല്ല മനുഷ്യനാ നിങ്ങൾ. ആരാണ് വളയമെറിഞ്ഞ് ഏറ്റവും കൂടുതൽ സൊപ്പ്, ചീപ്പ്, കേക്ക് എന്നിവ കരസ്ഥമാക്കുന്നവർ ഈ റൗണ്ട് ജയിക്കും. പറയൂ, ആരാണ് ആദ്യം വരുന്നത്? ഞങ്ങൾ താങ്ക് യു ചേട്ടാ, എന്നെ കുറിച്ച് വലിയ ചിന്തയാണല്ലോ. എടാ ഗുണ്ടു, നീ ഒരു കാര്യം ചെയ്. ഈ കളി നീ ആദ്യം കളിക്ക്. വളയെറിയാൻ നീയെല്ലാം എടുക്കാൻ. പക്ഷെ എറിയാൻ എടുക്കാൻ എന്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു. നിർത്ത്. അവിടെ എറിഞ്ഞാൽ നിനക്ക് മിഠായി കിട്ടും. ഇവിടെ എറിഞ്ഞാൽ നിനക്ക് വഴക്ക് കിട്ടും. ശ്രമിക്ക്, നടക്കും. ഗ്യാസ് സിലിണ്ടർ നമുക്ക് കിട്ടി. വീട്ടിലേക്ക് പോന്നേക്കണം. ഞങ്ങൾക്ക് പക്കാവട ഉണ്ടാക്കേണ്ടതാ. പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. എടാ, നിനക്ക് കുളിക്കുന്ന ഇഷ്ടമല്ലാന്ന് എനിക്കറിയാം. പക്ഷെ എന്ന് പറഞ്ഞാൽ സോപ്പിന് വളയിടുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് ഈ ചെറിയ കളികളൊന്നും ഇഷ്ടമല്ല. എനിക്ക് ലോങ് ജമ്പ് പോലത്തെ കളിയാ ഇഷ്ടം. എന്നാ നീ ഒന്ന് ലോങ് ജമ്പ് ചെയ്തേ, ഞാനൊന്ന് നോക്കട്ടെ. ലോങ് ആയിട്ട് ഒരു സാധനം ഞാൻ കഴിച്ചു. ഇനി ജമ്പ് ചെയ്തു. ഇപ്പൊ ദേ ലോങ് ജമ്പ് ആയില്ലേ. ഇതെനിക്ക് ഗോഡ് ഗിഫ്റ്റാ. പക്ഷെ ഞാൻ ഒരിക്കലും അഹങ്കരിച്ചിട്ടില്ല. ഓഹോ, ഈ ഗെയിമിൽ ഗോലിയുടെ ടീം തോറ്റിരിക്കുകയാണ്. നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. അടുത്ത ഗെയിമിന്റെ പേരാണ് ഓടിക്കോടുന്ന്. എന്താ നീ ഭാര്യയുടെ നമ്പർ ബ്ലോക്ക് ചെയ്യാത്ത? ഏത് സമയം മെസ്സേജ് വന്നോണ്ടിരിക്കുകയാണല്ലോ. അല്ലല്ല, ഇത്തവണ കളിയുടെ പേര് തന്നെ പറഞ്ഞത്. ഓടിക്കോ ഇവിടുന്ന്. പക്ഷെ വായിൽ സ്പൂണും നാരങ്ങയും വെച്ചിട്ട്. ഇതുവരെ നടന്ന കളികൾ വെറും വാമപ്പായിരുന്നു. യഥാർത്ഥ കളി ഇതാണ്. ആരാണോ വായിൽ നാരങ്ങയും സ്പൂണും വെച്ച് ഈ റേസ് ജയിക്കുന്നത്, അവനായിരിക്കും ഈ ഒളിമ്പിക്സിന്റെ വിജയി. ആദ്യത്തെ 2 ഗെയിമും ആവശ്യമില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ കളിപ്പിച്ച്? ഞാൻ പറഞ്ഞു തരാം. ആദ്യത്തെ 2 ഗെയിമും ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ടാ. പക്ഷെ ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ കളിപ്പിച്ചേ? എടാ, ഞാൻ മറുപടിയാ ചോദിച്ചേ, അല്ലാണ്ട് കോപ്പി പേസ്റ്റ് അല്ല. വാ കളിക്കാം. ജയിച്ച ചോക്ലേറ്റ് കിട്ടും. തോറ്റാ നമുക്ക് നാരങ്ങ കിട്ടും. നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാം. 3 പറഞ്ഞ അപ്പ ഓടിക്കോണം. 3.
എടാ കഴുത 3 എന്ന് പറയുമ്പോഴാ ഓടാൻ പറഞ്ഞ നീ 3 തന്നെ ഓടിയോ? വന്നിരിക്കുന്ന ഒരു ഇംഗ്ലീഷുകാരൻ. ഇനി പറയാം 3. എടാ മരമണ്ട, ഞാനെന്താ റെഫറി ആണോ പറയുന്നേക്കാൻ? ഇത് പറയുന്നേക്ക്. ശരി, ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. 1 2. പെട്ടെന്നൊന്ന് പറയ്. ആ ഇസ്സില് തന്നെ 3 ഉണ്ട്. ഓടിക്കോ. ഗോളിച്ചേട്ടനെ സന്തോഷിപ്പിക്കാൻ ഞാനൊരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ തോറ്റല്ലോ, നമ്മൾ തോറ്റല്ലോ, നമ്മൾ തോറ്റല്ലോ, നമ്മൾ തോറ്റല്ലോ, ജയിക്കാനൊരു ചാൻസുമില്ല, ജയിക്കാനൊരു ചാൻസുമില്ല, തോറ്റല്ലോ, നമ്മൾ തോറ്റല്ലോ. നീ സന്തോഷിപ്പിക്കുകയാണോ അതോ ഉള്ള സന്തോഷം കൂടി കളയാണോ? എന്നാ ശരി, പാട്ട് മാറ്റിയേക്കാം. നമ്മൾ ജയിച്ചല്ലോ, നമ്മൾ ജയിച്ചല്ലോ, നമ്മൾ ജയിച്ചല്ലോ, നമ്മൾ ജയിച്ചല്ലോ. അങ്ങനെ ഞാൻ പറയത്തില്ല. നമ്മൾ ജയിച്ചല്ലോ, നമ്മൾ ജയിച്ചല്ലോ. നിനക്ക് ഓറഞ്ച് വേണോ? ആ വേണം. വേണ 2 എണ്ണം കൂടി തരാ, പക്ഷെ ഒന്നും മിണ്ടരുത്. അങ്ങനെ ഈ വർഷത്തെ ഒളിമ്പിക്സിന്റെ വിജയിയാണ്. എന്തിനാ കിടന്ന് നിലവിളിക്കുന്നത്? വരുന്നു വരുന്നു. ഏയ്, ജയിച്ചയാളിന്റെ പേരെങ്കിലും പറഞ്ഞിട്ട് പോവും. ഗോലി ഗോലി. ആ.